എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയേണ്ടത് നമുക്കൊരു ഈ സൈബർ സ്പേസിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ സൈബർ സ്പേസ് ആയാലും ഇപ്പൊ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ആക്സസ് ഉണ്ടല്ലോ സൈബർ സ്പേസിലേക്ക് കിട്ടുന്ന ഒരു ആക്സസ് വെച്ച് അത് വെച്ചിട്ട് ഇപ്പൊ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ പുറത്തു വിട്ടത് കുട്ടിക്ക് ഒരു ഹീറോയിക് വേർഷൻ വരാൻ വേണ്ടിയിട്ട് കുട്ടി തന്നെയാണ് പുറത്തേക്ക് വിട്ടതെന്ന് പറയുന്നു അതിനെപ്പറ്റി അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് അറിയത്തില്ല. അപ്പൊ ഈ ഒരു കൈൻഡ് ഓഫ് മനോഭാവം ആ കുട്ടിയിലേക്ക് വരുന്നതിന് ഒരു പരിധി വരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അത് കൃത്യമായി തന്നെ പറയേണ്ടി വരും. പിന്നെ നമ്മൾ കാണുന്ന സിനിമ ഇതൊക്കെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഒരു ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ കൂടിയും ഒരു ത്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായി പറയേണ്ടത് ഒരു സൈബർ സ്പേസിന്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ഇവിടെ പറയേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ സൈബർ സ്പേസിൽ നിന്ന് കിട്ടുന്ന കുട്ടിക്ക് കിട്ടുന്ന ഒരു ആക്സസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ ബിഫോർ കോവിഡ് കുട്ടികൾക്ക് ഈ ഒരു സൈബർ മേഖലയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആക്സസ് അവരിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടന്റ് കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടന്റ് ഏത് നമുക്ക് ഈ സാർ പറയുന്ന പോലെ തന്നെ ഏത് എടുക്കണം ഏത് തള്ളിക്കളയണം എന്നുള്ള ഒരു മെച്യൂർ മൈൻഡിലൂടെയൊന്നും ആയിരിക്കത്തില്ല കുട്ടികൾ ഇതിനെ സമീപിക്കുന്നത്. അപ്പോൾ ചിലത് കാണുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ കാണാം ചില ഇപ്പൊ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കംപ്ലീറ്റ് സോഷ്യൽ സൈറ്റ്സ് ബാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് വന്നിട്ടുള്ള ഒരു നിയമമാണത്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ എന്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ വരുന്നു എന്നുള്ളത് കാര്യമാണ്. ഇപ്പൊ റീസെന്റ് ഞാൻ കണ്ടിട്ടുള്ള ഒരു റീലാണ് ഒരു ചെറിയ കുട്ടിയാണ്. അപ്പൊ ചെറിയ കുട്ടികളെ രണ്ടുപേരും കൂടി ചെയ്യുന്ന ഒരു വളരെ 21+ കണ്ടന്റ് ഉള്ള മെച്യൂർ കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ ഒരു കുട്ടി ചെയ്യാണ്. ആ കുട്ടിക്ക് അത് എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ ആ ഒരു രീതിയിൽ അത്രയും മോശമായിട്ടുള്ള ഒരു വീഡിയോ ആ കുട്ടി ചെയ്യാണ്. അപ്പൊ ആ കുട്ടിക്ക് ആ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ആ ഒരു ആക്സസ് എങ്ങനെ വന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ പറയേണ്ടി വരും. ഇപ്പൊ സൈബർ നിയമത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ചിൽഡ്രൻ ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസിൽ നിന്ന് വരുന്ന 18 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളിൽ നിന്ന് വരുന്ന ഒരു ഒഫൻസസിനെയൊക്കെ നമുക്ക് ഡീല് ചെയ്യാനായിട്ടുള്ള നിയമം ആസ് ഓഫ് നൗ അങ്ങനെയുള്ള ഒരു നിയമമില്ല. എന്തെങ്കിലും ഒരു ഒഫൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ ജഡ്ജ് ആക്ട് വെച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷെ കുറെ ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കമന്റ്സ് ഒക്കെ വരുന്നത് ഈ കുട്ടികളിൽ നിന്ന് തന്നെയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള കമന്റ്സ് പറയുക. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർക്ക് ഇതിന്റെ കോൺസിക്വൻസസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ അത് എന്താണ് അതിന്റെ കോൺസിക്വൻസസ് ആഫ്റ്റർ എഫക്ട് എന്താണെന്നുള്ളത് പോലും അറിയില്ല. ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ഹീറോയിക് ഇതായിട്ട് എന്റെ മുന്നിൽ അപ്പൊ ഞാനൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമന്റിന് ഒരു 1000 ലൈക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് തന്നെ എൻജോയ് ചെയ്യുന്ന സെലിബ്രേറ്റ് ചെയ്യുന്ന കുട്ടികളാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് പറയാനുള്ളത് ഹൈക്കോടതി കെൽസയുടെ കീഴിൽ ഇപ്പൊ നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആണ് സംവാദം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. കേരളത്തിലെ 8 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികളെ ഹൈക്കോടതിയിൽ കൊണ്ടുവരികയും നിയമ സംവിധാനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ഇത് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി കോടതികൾ കാണിച്ചു കൊടുക്കുകയും കേസുകൾ നടത്തേണ്ട രീതികളെ പറ്റി ആ ഒരു നിയമ സംവിധാനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ബേസിക് ആയിട്ടുള്ള നിയമം പറഞ്ഞു കൊടുക്കുകയും പോലീസ് സ്റ്റേഷൻ വെച്ചിട്ട് പോലീസ് കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുകയും എങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ട്. ഒരു സിവിക് സിറ്റിസൺ ഈ സംവാദ പ്രോജക്റ്റിന്റെ തന്നെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ക്യാച്ച് ദം യങ് വാച്ച് ദം ഗ്രോ എന്നുള്ളതാണ്. ബി എ സിവിക് സിറ്റിസൺ. എങ്ങനെ ഒരു സിവിക് സിറ്റിസൺ ആക്കി വളരാം. നിയമം മാത്രമൊന്നുമല്ല സർ പറഞ്ഞ പോലെ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ളതും സൈക്കോളജിക്കൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസും കുട്ടികൾക്ക് ഒരു ദിവസം മൊത്തം കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും കുട്ടികളെ കൊണ്ടുവരണം. എല്ലാ ബുധനാഴ്ചകളിലും കുട്ടികളെ ഇതുപോലെ കോടതികളിൽ കൊണ്ടുവരണം. അവിടെ ജഡ്ജസ് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇപ്പൊ സാർ എന്നെ തല്ലിയാൽ ഞാൻ എന്ത് ചെയ്യണം, സാർ എന്നെ ബോഡി ഷെയിം ചെയ്താൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളോട് ഇതായിട്ട് ചോദിക്കുന്ന കുട്ടികളുണ്ട്. നമ്മളോട് പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞാൽ മതിയോ, സ്കൂളിലെ പ്രശ്നം വന്നാൽ വിളിച്ചു പറഞ്ഞാൽ മതിയോ. അപ്പൊ മൊത്തത്തിൽ ഞാൻ ടീച്ചേഴ്സിനെ ബ്ലെയിം ചെയ്യുന്നതല്ല, പക്ഷെ ചില ഇതുപോലെയുള്ള നമുക്ക് ഇങ്ങനെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട്. ടീച്ചേഴ്സിന്റെ പ്രസൻസിലാണ് ഇവിടെ നമ്മൾ കുട്ടികൾ വരുന്നത്, പക്ഷെ അങ്ങ് മാറി നമ്മളോട് ചോദിക്കും ഇങ്ങനെ പ്രശ്നമുണ്ടോ, ഞങ്ങളുടെ സ്കൂളിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ ഉള്ളിൽ ഇതുപോലെയുള്ള സംശയങ്ങളുണ്ട്. അപ്പൊ ഇത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ അവരുടെ ആക്സസ് എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്. ഈ ടീച്ചേഴ്സ് കേൾക്കാൻ റെഡി ആവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ കേൾക്കാൻ റെഡി ആണെന്നുള്ളത് പറഞ്ഞു. ഇതിന്റെ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. പഠിപ്പിച്ചു കഴിഞ്ഞ് ചോദിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എത്ര വേണേലും പറഞ്ഞുതരാന്ന് പറയും. ഒരു രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ഈ പറയുന്ന ടീച്ചേഴ്സ് ഈ പറഞ്ഞ ടീച്ചേഴ്സിന്റെ മുഖഭാവം തന്നെ മാറുന്നേക്കാൻ ഇത്രയും പഠിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ല, നീ മന്ദബുദ്ധിയാണോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക്
ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ആ കുട്ടി ചോദിക്കില്ല. പിന്നെ എത്ര സംശയം ഉണ്ടെങ്കിലും ആ കുട്ടി ചോദിക്കില്ല. ഇപ്പൊ ഞാൻ കുട്ടികളോട് പറയുന്നു, കുട്ടികളായിട്ട് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ സംസാരിക്കുക, എന്ത് തെറ്റും ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് പറയുന്നത് എന്ത് തെറ്റും ആയിക്കോട്ടെ, നിങ്ങൾ പറയൂ, അത്യാവശ്യം നിങ്ങൾ വാ തുറന്ന് സംസാരിക്കാൻ പഠിക്കൂ, നമ്മൾ തെറ്റുകളിലൂടെയാണ് പഠിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും കുട്ടികളുടെ ഉള്ളില് ഈ മിണ്ടാതിരിക്കുകയാണ്. അവരുടെ ഉള്ളിലുള്ള കുറെ അവരറിഞ്ഞു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും പുറത്തേക്ക് വന്ന് അത് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഇതുപോലും കുട്ടികളിലേക്ക് വരുന്നില്ല. തുറന്ന് സംസാരിക്കാനുള്ള ഒരു താല്പര്യം പോലും അവർ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്.